ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറേ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട 50 സെൻറ്റൻസുകളാണ്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ്. ഈ സെൻറ്റൻസുകൾ ഓരോന്നും എടുക്കുക. അതിൻ്റെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് മറ്റൊരാളോട് പറയുന്നതായിട്ട് നമ്മൾ തന്നെ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതിനായിട്ടുള്ള 50 സെൻറ്റൻസുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിന്റെ തീരുമാനത്തിന് ഘടകവിരുദ്ധമാണ് എൻ്റേത്. മൈ ഡിസിഷൻ ഈസ് ഡെഡ് അഗെയിൻസ്റ്റ് യുവേഴ്സ്. അവനാണ് യൂണിയനിലെ കരിങ്കാലി. ഹി ഈസ് ദ ബ്ലാക്ക് ഷിപ്പ് ഇൻ ദ യൂണിയൻ. നീ ആരെയാണ് മാടി വിളിച്ചത്? ഹൂം ഡിഡ് യു ബെക്കൺ? ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്താണ്. ദ ലോർഡ് ഈസ് അറ്റ് ഹിസ് ബെക്ക് ആൻഡ് കോൾ. അവനിപ്പം വണ്ടിയുടെ കിളിയാണ്. ഹി ഈസ് ദ ക്ലീനർ ഓഫ് ദറ്റ് ബസ്. എല്ലാം അവസാന നിമിഷത്തിലെ നീ ചെയ്യൂ. യു ഡു എവറിത്തിങ് അറ്റ് ദ 11th hour. അവൾ പൊങ്ങച്ചക്കാരിയാണ്. ഷീ ഈസ് ബോയ്സ്ഫുൾ. നീ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. ഇഫ് യു അസാൾട്ട് മീ ഐ വിൽ റിറ്റാലിയേറ്റ്. നമുക്ക് ഹിന്ദു പത്രം വരുത്തിയാലോ? ഷാൽ വി സബ്സ്ക്രൈബ് ടു ദ ഹിന്ദു? സൂക്ഷിച്ചു കളിച്ചിരുന്നെങ്കിൽ വിക്കറ്റ് പോകില്ലായിരുന്നേനെ. ഇഫ് ദേ ഹാഡ് പ്ലേഡ് കെയർഫുള്ളി ദേ വുഡ് നോട്ട് ഹാവ് ലോസ്റ്റ് ദ വിക്കറ്റ്. അവൾ ഗർഭിണിയാണോ? ഈസ് ഷീ ക്യാരിയിങ്? അവിടെ നല്ല ലാഭത്തിന് സാധനങ്ങൾ കിട്ടും. യു വിൽ ഗെറ്റ് ഗുഡ്സ് അറ്റ് ഫെയർ പ്രൈസ്. നല്ല സാധനങ്ങൾ എവിടെ കിട്ടും? വേർ ഡു ഐ ഗെറ്റ് ക്വാളിറ്റി ഗുഡ്സ്? ആ പെൺകുട്ടികളിൽ ആരെയാണ് നീ സ്നേഹിക്കുന്നത്? വിച്ച് അമംഗ് ദോസ് ഗേൾസ് ഡു യു ലവ്? നീ ഇന്നലെ എവിടെയായിരുന്നു? വേർ യു യെസ്റ്റർഡേ? നിന്റെ പഠനം എങ്ങനെ പോകുന്നു? ഹൗ ഗോസ് യുവർ സ്റ്റഡീസ്? നീ ഈ ജോലി ആരെ ഏൽപ്പിക്കും? ഹൂം വിൽ യു അസൈൻ ദിസ് ജോബ് വിത്ത്? നിനക്ക് ആ സൈക്കിൾ വാങ്ങിത്തന്നതാരാണ്? ഹൂ ബോട്ട് യു ദാറ്റ് സൈക്കിൾ? നിന്നെ എവിടെയാണ് ഞാൻ വിടേണ്ടത്? വേർ ഷാൾ ഐ ഡ്രോപ്പ് യു? ആര് ശ്രദ്ധിക്കുന്നു? ഹൂ കെയർസ്? നീ എത്ര നേരം എന്നെ കാത്തുനിന്നു? ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ് ഫോർ മീ? മേള എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ ഫെയർ? നീ രേഖകൾ ഹാജരാക്കണം. യു ഹാവ് ടു പ്രൊഡ്യൂസ് ദ റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്. നീ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? വാട്ട് ഓൾ ഹാവ് യു ബ്രോട്ട്? ഈ ഉപകരണം എന്താണ്? വാട്ട് ഈസ് ദിസ് ഡിവൈസ്? ഞാൻ നിനക്ക് മാപ്പ് തരും, പക്ഷേ ദൈവം തരില്ല. ഐ വിൽ ഫോർഗീവ് യു ബട്ട് ഗോഡ് വിൽ നോട്ട്. നീ എന്താ കുത്തിക്കുറിക്കുന്നത്? വാട്ട് ആർ യു സ്ക്രിബ്ലിംഗ്? ആരാണ് അവിടെ ഒളിച്ചു നിന്ന് എൻ്റെ സംസാരം കേൾക്കുന്നത്? ഹു ഈസ് ഓവർ ഹിയറിംഗ് മീ? അവർ ബിസിനസ് മതിയാക്കും. ദേ വിൽ വൈൻഡ് അപ്പ് ദ ബിസിനസ്. നീ ആ പേപ്പർ കീറിയതെന്തിനാ? വൈ ഡിഡ് യു ടിയർ ദാറ്റ് പേപ്പർ? അയാൾക്കൊരു കാർ ഉണ്ടായിരുന്നോ? ഹാഡ് ഹി എ കാർ? നീ എന്നെ തിരികെ ഫോണിൽ വിളിക്കുമോ? വിൽ യു റിംഗ് മീ ബാക്ക്? നീ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോൺ ദേർ? അവനെ ഒന്ന് നേരിൽ കാണാൻ ഞാൻ അവസരം നോക്കിയിരിക്കുകയാണ്. ഐ ആം ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ എ ചാൻസ് ടു മീറ്റ് ഹിം. അവൻ അടുത്ത മാസം വിവാഹിതനാവുകയാണ്. ഹി ഈസ് ഗെറ്റിംഗ് മാരിഡ് നെക്സ്റ്റ് മന്ത്. ഞാൻ നിന്നോട് മുൻകൂറായി പറഞ്ഞില്ലേ? ഡിഡിൻറ്റ് ഐ ടെൽ യു ബിഫോർ ഹാൻഡ്? മരുന്ന് കൃത്യമായി കഴിക്കൂ. ടേക്ക് മെഡിസിൻ റെഗുലർലി. അവൻ ആ സ്ഥാപനത്തോട് കൂറുണ്ട്. ഹി ഈസ് ലോയൽ ടു ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവനെ കാണാൻ ഒരു രാജകല തന്നെ. ഹി ഹാസ് എ റോയൽ ലുക്ക്. ആരോ അയാളെ കുത്തിക്കൊന്നു. സംബഡി സ്ട്രാബ്ഡ് ഹിം ടു ഡെത്ത്. നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. ഐ വോണ്ട് ഡാൻസ് ടു യുവർ ട്യൂൺ. അവർ എൻ്റെ അഭ്യുദയകാംക്ഷികളാണ്. ദേ ആർ മൈ വെൽ വിഷേഴ്സ്. അവൻ ആടിയാടി വരുന്നത് കണ്ടോ? ലുക്ക് ഹൗ ഹി കംസ് അൺസ്റ്റഡ്ലി. മോനെ, കുളിച്ചിട്ട് തല തോർത്തിയോ? സൺ, ഡിഡ് യു ഡ്രൈ യുവർ ഹെഡ് ആഫ്റ്റർ ബാത്ത്? ഞാൻ ഇത്തവണ അവനെ കണ്ടിരിക്കും. ഐ വിൽ ഹാവ് മെറ്റ് ഹിം ദിസ് ടൈം. പകൽ മുഴുവൻ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും. ദ ലാംപ് കീപ്സ് ബേണിംഗ് ഓൾ ഡേ. എല്ലാറ്റിനും മുമ്പേ നീ ജോലി രാജിവെക്കണം. പ്രയോർ ടു ഓൾ യു ഷുഡ് റിസൈൻ ദ ജോബ്. അമ്മ അവളുടെ കവിളത്തടിച്ചു. മദർ സ്ലാപ്ഡ് ഹെർ ഓൺ ദ ചീക്സ്. അവൻ്റെ വാക്കുകൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ്. ഹിസ് വേർഡ്സ് ആർ ആംബിഗ്വസ്. അവൾ കാര്യങ്ങൾ പെരുപ്പിച്ചു പറയും. ഷീ എക്സാജർ